ഹലോ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? ചൂടൊക്കെ മാറി നല്ല മഴയൊക്കെ കിട്ടി, കാലാവസ്ഥയൊക്കെ തണുത്ത് തുടങ്ങിയിട്ടില്ലേ? കാലാവസ്ഥ ഇങ്ങനെ ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഭക്ഷണപ്രേമികൾ പുതിയ കോംബോകൾ തേടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ? ഇന്ന് നമുക്ക് നല്ല ചൂട് ബീഫാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് വിറകടുപ്പിൽ ഇങ്ങനെ വെന്ത് പറ്റിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. ആ ബീഫിന് എന്തായിരിക്കും ഇന്ന് അതിൻ്റെ കൂടെയുള്ള കോംബോ എന്നറിയണ്ടേ? അപ്പം ഞാൻ എന്ന് വീഡിയോ ഇട്ടാലും എനിക്ക് വഴക്ക് കേൾക്കാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ചക്ക. ഞാൻ എന്ന് ചക്കയുടെ വീഡിയോ ഇട്ടാലും ചക്ക കൊതിച്ചുകളായ കുറച്ച് പേര് വന്നിട്ട് പറയും, ചക്ക ഞങ്ങൾക്ക് കൊതിയായിട്ട് വയ്യ, ചക്ക കിട്ടാനില്ല, ഞങ്ങളെ ചക്ക കാണിച്ച് കൊതിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ആ ഐറ്റം തന്നെയാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. ചക്ക വേവിച്ചത് എടുക്കുന്നുണ്ട്, നല്ല ചൂട് ചക്ക വേവിച്ചതും ചൂട് ബീഫുമാണേ. കാലാവസ്ഥ ഭയങ്കരമായിട്ട് തണുത്ത് നല്ല തകർപ്പ മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ചൂട് ഐറ്റം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ അല്ലേ? നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് വിറകടുപ്പിലിരുന്ന് വെന്ത് സെറ്റായിട്ടുള്ള നമ്മുടെ ബീഫാണ് കേട്ടോ. അതിന് നമ്മൾ കൂടെ എടുത്തിരിക്കുന്നത് നല്ല ചൂട് കഞ്ഞികളാണ്. ഈ നല്ല മഴ ഇങ്ങനെ പുറത്ത് പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് മഴയാകുമ്പോഴത്തേക്കും വിശപ്പം ഭയങ്കരമായിട്ട് കൂടുമല്ലോ. പിന്നെ ചക്കയ്ക്ക് ഇന്നതേ ഉള്ളൂ കോംബോ എന്നൊന്നുമില്ല. ബീഫ് കൂട്ടി കഴിക്കാം, മീൻ കറി കൂട്ടി കഴിക്കാം, ചിക്കൻ കറി കൂട്ടി കഴിക്കാം. ഇനി അതെല്ലാം മുരിങ്ങയില കറി വെച്ചിട്ട് ഒരു കാന്താരി പൊട്ടിച്ചിട്ടാണെങ്കിൽ പോലും ഒരു കോംബോയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഭക്ഷണമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തീർത്തിരിക്കുകയാണ് കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.